അതായത് ഭീകരവാദ സംഘടനയെ കുറിച്ചോ ഭീകരവാദ സംഘടനയ്ക്ക് എതിരായി നിൽക്കുന്നവരെ കുറിച്ചോ ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ട സാഹചര്യം ആ സ്കൂളിനകത്ത് കുട്ടികൾക്കില്ല എന്ന് തന്റെ ഇടം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഒരു അധ്യാപകൻ മനസ്സിൽ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിന്റെ പേരിൽ ആ പ്രമേയം നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ സ്കൂളിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്ന് ആ അധ്യാപകൻ തീരുമാനമെടുത്തത് ഇവിടുത്തെ കുട്ടികളെ ഒന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയാണ് ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും, ഞാൻ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ലോകരാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ഭരണകൂടവും രാജ്യഭരണത്തിന് നേതൃത്വം നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത്, അവർ എടുക്കുന്ന വിദേശ നയം എന്ന് പറയുന്നത് അത് മാർക്സിസ്റ്റുകാരനോ BJP-കാരനോ കോൺഗ്രസുകാരനോ ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും വിദേശ നയം രൂപീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസൃതമായിട്ടാണ്. അത് ചോദ്യം ചെയ്യാൻ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അവകാശമില്ല എന്നുള്ള വസ്തുത ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. മിസ്റ്റർ ശിവൻകുട്ടി, താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ അങ്കണത്തിൽ പലസ്തീന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹമാസിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ടോ കുട്ടികൾ തമ്മിലടിക്കണം എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ അധ്യാപകന്മാർ കുട്ടികളെ വാർത്തെടുക്കുന്നത്? അതിനെല്ലാം തന്നെ ഇവിടെ വിദേശ വകുപ്പ് മന്ത്രിയുണ്ട്, വിദേശീയാണ്. കാരണം രാജ്യത്തിന്റെ വിദേശ നയത്തിന് എതിരായിക്കൊണ്ട് രാജ്യമെടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമം നടത്തിയവരാണ്. നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയെ പോലും വെല്ലുവിളി നടത്തിയവരാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ എത്രയോ പ്രസംഗങ്ങളിൽ നിങ്ങൾ പറഞ്ഞു, മോദിജി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നാട് വിട്ടു പോകേണ്ടി വരും പറഞ്ഞില്ലേ? അങ്ങനെ കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ കേരളത്തിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമാൻ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ അതിനനുസൃതമായ സാഹചര്യം സൃഷ്ടിക്കാൻ പരിശ്രമിച്ചു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഏതെങ്കിലും ഒരു അബ്ദുട്ടിക്ക നാട് വിട്ടു പോകേണ്ടി വന്നോ? പൗരത്വ നിയമത്തിന്റെ പേരിൽ ഏതെങ്കിലും എന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഷാജഹാനോ ജാഫറിനോ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ഇവിടെ മുസൽമാനും ഹിന്ദുവും പാഴ്സിയും ജൈനനും ജൂതനും എല്ലാം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഭാരതമാണിത്. അവരുടെ കൂടി അമ്മയാണിത് ഈ രാജ്യം എന്ന് പറയുന്നത്. അപ്പോ രാജ്യം എടുക്കുന്ന സ്റ്റാൻഡിനെതിരായിക്കൊണ്ട് നിങ്ങൾ ഭീകരവാദികളെ ഓൺലൈനായി കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാനും അങ്ങനെ പ്രസംഗിപ്പിച്ചവർക്ക് താമ്രപത്രം കൊടുക്കാനും ഒക്കെ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ പലതവണ പരിശ്രമിച്ച് കഴിഞ്ഞതാണ്. അത് പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് മിസ്റ്റർ ശിവൻകുട്ടിക്ക് അങ്ങനെ പതിച്ചു നൽകിയിട്ടുള്ള ഒരു സ്കൂൾ അല്ല. കേരളത്തിന്റെ ഗവൺമെന്റ് സ്കൂളിൽ ഒരു അധ്യാപകന് വിവേചനപൂർവം കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു നടപടി സ്വീകരിക്കാനുള്ള അവകാശം അധ്യാപകനുണ്ട്. അതാണ് ആ അധ്യാപകൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അധ്യാപകനെ അങ്ങോട്ട് പൊടിച്ച് കലക്കിക്കളയാം എന്നുള്ള ധാരണ അത് മിസ്റ്റർ ശിവൻകുട്ടിക്ക് വേണ്ട എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആമുഖമായിട്ട് ആഗ്രഹിക്കുകയാണ്. രാജ്യമെടുക്കുന്ന തീരുമാനങ്ങൾ, രാജ്യമെടുക്കുന്ന നിയമങ്ങൾ, അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള ധർമ്മമുണ്ട്. അമേരിക്കയുടെ ഗവൺമെന്റ് ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോ അമേരിക്കയുടെ ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന നയതന്ത്ര പ്രതിനിധികൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് അനുകൂലമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ പാടുണ്ടോ? മറ്റേത് രാജ്യത്താണ് ഇത് നടക്കുക? ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ നടപടികൾക്കനുസരിച്ച് നിൽക്കേണ്ടതിന് പകരം ഇവിടെ കലാപമുണ്ടാക്കാൻ, ഇവിടെ വ്യക്തികൾക്കിടയിൽ ഛിദ്രമുണ്ടാക്കാൻ, ഇവിടെ അങ്ങനെ ആളുകളെ തമ്മിലടിപ്പിക്കാൻ പരിശ്രമിക്കുക, 10 വോട്ട് വാങ്ങി ജയിക്കാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയം അത് നിർത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ശ്രീമാൻ ശിവൻകുട്ടി പോലെയുള്ള ആളുകളോട് ആവശ്യപ്പെടണം. ഗോവിന്ദമാഷ്ക്ക് ധൈര്യമില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാലും
കുറച്ചൊരു ഊർജ്ജസ്വലത ഗോവിന്ദൻ മാസ്റ്റർ കാണിക്കണം എന്ന് ഈ വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. രണ്ടാമതായിട്ട് കേരളത്തിലെ ശബരിമല അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് സ്വർണപ്പാളി കളവ് പോയി. അപ്പൊ ചോദിക്കുകയാണ്, സ്വർണപ്പാളി എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിക്കുക? ഇത്രയും വലിയ സ്വർണപ്പാളി, ഇത്രയും കിലോ തൂക്കം വരുന്ന അല്ലെങ്കിൽ വിസ്തീർണം വരുന്ന ഈ പാളി ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോയി എന്ന് തിരിച്ചു ചോദിക്കാനാണ് ദേവസ്വം വകുപ്പ് പരിശ്രമിക്കുന്നത്. ആ ചോദ്യമാണ് കേരളത്തിലെ ക്ഷേത്ര വിശ്വാസികൾ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ചോദിക്കുന്നത്. ഇതെങ്ങനെ കൊണ്ടുപോയി? CBI വരണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് നല്ല ഒരു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. അതിനെ എതിർത്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നമ്മൾ ആരും കണ്ടില്ല. അതിനർത്ഥം കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാല ചരിത്രത്തിന്റെ ബോധ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനായി മാറി എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചെറിയ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ സ്വർണപ്പാളികൾ കളവ് കൊണ്ടുപോയവരെ കണ്ടുപിടിക്കേണ്ട ബാധ്യത മഹാഭക്തനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതിന് നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചാൽ പറ്റില്ല. നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചാൽ CBI വരുന്നതിന് മുൻപ് ആവശ്യമായിട്ടുള്ള രേഖകളും തെളിവുകളും എങ്ങനെ കൃത്യമായി നശിപ്പിക്കണം എന്നതിന് ക്ലാസ് കൊടുക്കാൻ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1999 മുതൽ, അല്ലാതെ ഇപ്പോഴുള്ള കേസുകൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല, 1999 മുതൽ കേരളത്തിലെ ശബരിമലയിലെ വരവിനെ കുറിച്ചും ചിരവിനെ കുറിച്ചും അവിടെ കിട്ടിയിട്ടുള്ള കിണ്ടി, അവിടെ കിട്ടിയിട്ടുള്ള വിളക്കുകൾ, അവിടെ കിട്ടിയിട്ടുള്ള വെള്ളിപ്പാത്രങ്ങൾ, അവിടെ കിട്ടിയിട്ടുള്ള വെള്ളിയുടെ ഭഗവാന് കാണിക്കയായി വന്നിട്ടുള്ള വെള്ളി ആഭരണങ്ങൾ, സ്വർണ്ണ ആഭരണങ്ങൾ, അവിടെ നടക്കെ വരവ് വെച്ചിട്ടുള്ള ഭക്തർ വരവ് വെച്ചിട്ടുള്ള മുഴുവൻ ആസ്തികളെ കുറിച്ചും ഒരു പരിശോധന അടിയന്തരമായി നടക്കണമെന്നും ഈ കളവ് പോയ വസ്തു കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചു കൊണ്ടുപോയി എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുന്നതെങ്കിൽ ബാക്കി ആരുടെ കയ്യിലാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണോ ബാക്കി സ്വർണം കൊണ്ടുപോയത്? അതോ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ മന്ത്രിയാണോ കൊണ്ടുപോയത്? അതോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അതിന്റെ ഒരു വിഹിതം വന്നിട്ടുണ്ടോ? കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ നിങ്ങൾ സാക്ഷാൽ ഭക്തനായിട്ട് അവതരിക്കുകയും ഇവിടെ ഒരു മഹാസംഗമം വിളിച്ചുകൂട്ടുകയും അയ്യപ്പന് വേണ്ടിയിട്ട് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുകയും അയ്യപ്പ ഭക്ത സംഗമം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ അതിൽ നീതിബോധമുണ്ടെങ്കിൽ അയ്യപ്പന്റെ വസ്തുക്കൾ കളവുപോയി എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അടിയന്തരമായി ഈ കേസ് CBIയെ ഏൽപ്പിക്കാൻ ഇവിടത്തെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുകയാണ്. അതൊന്ന് കാണിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഭഗവത്ഗീത ചൊല്ലാം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. കാരണം ഭഗവത്ഗീതയിലെ ഒരു മൊഴി പഴയ അച്യുതാനന്ദൻ ചൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ കണ്ണൂർ ജില്ലയില് അച്യുതാനന്ദനെ കൃഷ്ണനാക്കിയിട്ട് ചില പാർട്ടി ഗ്രാമങ്ങളിൽ അധിക്ഷേപിക്കുന്നതും ആക്ഷേപിക്കുന്നതും ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ് എന്നുകൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ പോലീസ് അന്വേഷിക്കുന്നതിന് പകരം ഇവിടുത്തെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ, പ്രതിപക്ഷം പരിപൂർണ തൃപ്തരാണോ ഈ വിഷയത്തിൽ? എന്താ KC വേണുഗോപാല് ഒന്നും പറയുന്നില്ലല്ലോ? ഇവിടെ ശ്രീമാൻ KC വേണുഗോപാൽ ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയിലെ, അതായത് പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിൽ ട്രാൻസ്പോർട്ട് മെമ്പറായിട്ട് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് 20-ലധികം വരുന്ന കരിമണൽ ബ്ലോക്കുകൾ ലേലം ചെയ്യപ്പെട്ടു. ഈ കരിമണൽ ബ്ലോക്കുകൾ ലേലം ചെയ്യപ്പെടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെങ്കിൽ അന്നത്തെ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി സമ്മതിക്കണം, ബോർഡ് മെമ്പർക്ക് അഭിപ്രായം പറയാൻ സാധിക്കണം. ആ വലിയ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അന്നത്തെ KC വേണുഗോപാൽ
ഇന്ന് പാളത്തൊപ്പി വെച്ച് കരിമണൽ എന്തിനാണ് മോദി ഗവൺമെന്റ് ഖനനം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ച് സമരത്തിന് പോയത് കണ്ട ഒരാളാണ് ഞാൻ. കരിമണൽ ഖനനത്തെ കുറിച്ച് മാത്രമേ KC വേണുഗോപാലിന് അഭിപ്രായമുള്ളൂ? അതോ ഈ സ്വർണപ്പാളി വിഷയത്തിൽ എന്താണ് KC വേണുഗോപാലിന്റെ സ്റ്റാൻഡ് എന്ന് കേരളത്തിലെ ഭക്ത സമൂഹത്തോട് തുറന്നു പറയാൻ ശ്രീമാൻ KC വേണുഗോപാൽ തയ്യാറാകണം. ഇവിടെ ഒന്നിലധികം പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രതിപക്ഷ ലീഡർ ഇവിടത്തെ ഹിന്ദു സമൂഹത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ അന്വേഷണം പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ മതി എന്നാണോ ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ തീരുമാനം? അത് തന്നെയാണോ നമ്മുടെ ശ്രീമാൻ VD സതീശന്റെ തീരുമാനം എന്നുകൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നും കോൺഗ്രസുകാർ മനസ്സിലാക്കണം. എന്തായാലും അതിശക്തമായിട്ടുള്ള ആവശ്യവും സമരവും ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇവിടെ തന്ത്രി കുടുംബം തന്നെ ഏതാണ്ട് രംഗത്ത് വരികയും അവരുടെ വാക്കുകളെല്ലാം പുറത്തു പറയുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ചില ആളുകളൊക്കെ മൗനം പാലിക്കുകയാണ്. എന്നാൽ ശബരിമലയിൽ ഓരോ വർഷവും മേൽശാന്തിമാരായി പോകുന്നവരുടെ ഒരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയ്ക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അവരും നയം വ്യക്തമാക്കണം എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഈ കലോത്സവ വേദികളിൽ സാധാരണയാണ് ഈ വിദ്യാർത്ഥികൾ സമകാലിക വിഷയങ്ങൾ, സമകാലിക രാഷ്ട്രീയവും ഒക്കെ വേദികളിൽ എത്തിക്കാം. അത് അവരുടെ കലയായി മാത്രം കണ്ടാൽ പോലെ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മൾ കൈകടത്തണം. അതിലെങ്ങനെ മതം വരുന്നത്? അല്ല, അതിൽ മതം വന്നില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും എല്ലാം തന്നെ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസൃതമായി അവര് വിദ്യാഭ്യാസം അവര് നേടിക്കൊണ്ട് അവര് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ ഹമാസിനെ അനുകൂലിക്കുന്ന, ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ അനുകൂലിക്കുന്ന ചിലർ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ പ്രേരണയാൽ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ ഇത്തരത്തിലൊരു പ്രമേയം പഠിക്കുകയും ഒരു സുപ്രഭാതത്തില് ഒരു സർക്കാർ സ്കൂളിലെ കുട്ടിക്ക് തലയ്ക്കകത്ത് വരുന്ന ഒരു ചിന്തയല്ല അവരുടെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചില നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള വ്യക്തികൾ, അത് പിന്നീട് ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അതിനെക്കുറിച്ച് ഇപ്പോ പറഞ്ഞാൽ വ്യക്തമാവില്ല, ചില പരാതികൾ അത്തരത്തിലുള്ള അധ്യാപകന്മാർക്കെതിരെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരെങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തത്, അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം, ഹമാസിന് അനുകൂലമായിട്ട് ഒരു പ്രമേയം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം വന്നത്, അത് സ്വമേധയാ ഉണ്ടായതാണോ എന്നതിനെ കുറിച്ചെല്ലാം അത് പിന്നീട് നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെ കൃത്യമായും ഇവിടെ നിന്ന് ആ ഗവൺമെന്റ് സ്കൂളിനെ ബേസ് ചെയ്തുകൊണ്ട് ചില അധ്യാപകരുടെ പ്രവർത്തന പദ്ധതികളെ കുറിച്ച് പരിശോധിക്കാൻ കേരളത്തിൽ മാത്രമല്ലല്ലോ നിയമവും പോലീസും സംവിധാനവും ഒക്കെ ഉള്ളത്, അത് പിന്നീട് നമുക്ക് പറയാം. കുട്ടികളുടെ ഏതു കലാരൂപവും കുട്ടിക്ക് പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. എന്നാൽ അത് ചില പ്രത്യേക അധ്യാപകരുടെ നിക്ഷിപ്ത താല്പര്യത്തെ കുട്ടികളുടെ മസ്തിഷ്കത്തിൽ അടിച്ചേൽപ്പിച്ച് അവരെ വഴിതെറ്റിച്ചു വിടുന്നതിനെയാണ് തീർച്ചയായിട്ടും ആ അധ്യാപകൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. ആ അധ്യാപകൻ പറഞ്ഞില്ലല്ലോ RSSനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു പരിവാർ സംഘടനയെ കുറിച്ചോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെ കുറിച്ചോ ഒരു പ്രമേയം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എടുത്ത ഏതെങ്കിലും നടപടിക്രമങ്ങൾ എന്റെ കുട്ടികൾ അവതരിപ്പിക്കട്ടെ എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു പ്രമേയമായി വന്നാൽ അത് കുട്ടികൾക്കിടയിലുള്ള സ്നേഹവും ഐക്യവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അത് ഉണ്ടാകരുത് എന്നാണ് അധ്യാപകൻ അവിടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചത്. അത് തെറ്റാണ് എന്ന് ശ്രീമാൻ ശിവൻകുട്ടിക്ക് തോന്നും. കാരണം അത് അങ്ങനെയാണ്. നല്ല കുഷ്യനുള്ള സ്ഥലത്ത് തന്നെ ബർമുടയിട്ട് തലകറങ്ങി വീഴാനും ആവശ്യമുള്ള കാര്യങ്ങൾ ജനങ്ങളെ, അതായത് പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് കുത്തിവെക്കാനും ഒക്കെ പ്രൗഢിയുള്ള ഒരാളാണ്. ഗതികേട് കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്ന വഴിയിലൂടെ കുട്ടികളെ വഴിതിരിച്ചു വിടാനും ഭയപ്പെടുത്തി ബുദ്ധിമുട്ടുണ്ടാക്കി അധ്യാപകന്മാരെ ചോദ്യം ചെയ്യാനും കൈകാര്യം ചെയ്യാനുമാണ് ശ്രമമെങ്കിൽ ആ ഗുണ്ടായിസമൊന്നും ഇനി കേരളത്തില് നടപ്പാവില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് ഈ പ്രമേയം അങ്ങനെയാണെങ്കിൽ ശ്രീമാൻ ശിവൻകുട്ടി ഈ കുമ്പള സ്കൂളിൽ ഈ പ്രമേയം
ഹമാസ് ഭീകര സംഘടനയ്ക്ക് അനുകൂലമായ ഈ പ്രമേയം കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചുകൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അവർ എങ്ങനെയാണ് കാസർഗോഡിലെ ചില പ്രത്യേക പ്രദേശത്ത് അവര് മാത്രമായിട്ട് ഒരു ചായ കുടിക്ക് പോകുന്നതെന്നും അവർക്കാരാണ് ഇങ്ങനെയുള്ള പ്രമേയം കുട്ടികളിലേക്ക് എത്തിക്കണമെന്ന് സൂചന കൊടുത്തത് എന്നും അതിന്റെ പിറകിൽ ഏതെങ്കിലും പ്രത്യേക താല്പര്യമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അന്വേഷിച്ചിട്ടാണോ ശ്രീമാൻ ശിവൻകുട്ടി ഈ കാര്യത്തിൽ കേരള പൊതുസമൂഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നതിനെ കുറിച്ച് മന്ത്രിയാണ് മറുപടി പറയേണ്ടത്. സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. അല്ലല്ല, സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം മന്ത്രി ശിവൻകുട്ടി നടത്തണ്ടേ? ഞാൻ ഒരു വിഷയവും കേരളത്തിൽ ഇതുവരെ മാധ്യമ പ്രവർത്തകരോട് പഠിക്കാതെ പറഞ്ഞിട്ടില്ല. ഒരു വിഷയവും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്കിതിനകത്ത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും നന്മ മരങ്ങളായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. കൂടുതൽ ചേർന്നാണ് വാങ്ങിയിട്ടുള്ളത്. ദേവസ്വം ബോർഡാണ് പൂർണ്ണമായിട്ടും ഇത് കൊണ്ടുപോകാനായിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ആവശ്യമുള്ള സമയത്ത് ശബരിമലയിലെ അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കാനും അത് ജനങ്ങൾക്ക് വേണ്ടി വന്നാൽ മനസ്സിലാക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വെരിഫിക്കേഷൻ നടത്താനുമുള്ള ക്യാമറകൾ കണ്ണു ചിമ്മും. അത് സൗകര്യമുള്ള ദിവസങ്ങളിൽ സൗകര്യമുള്ള സമയത്ത് അവിടുത്തെ ക്യാമറകൾ പ്രവർത്തിക്കില്ല. എന്തും അവിടെ നിന്ന് കൊണ്ടുപോകാം, എന്തും ശബരിമല സന്നിധാനത്ത് ചെയ്യാം. ആ സാഹചര്യം കേരളത്തിൽ കുറെ കാലമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് വിശ്വസിക്കാൻ മാത്രം മടയന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? അതായത് ശബരിമലയിലെ അയ്യപ്പന്റെ ഓരോ തുളസിപ്പൂക്കളും, അവിടെ അർപ്പിക്കുന്ന ഓരോ തുളസിപ്പൂക്കളും അവിടെ കഴകം ചെയ്യുന്ന, കഴകത്തിന്റെ ജോലിയെടുക്കുന്ന ആളുകൾ അതീവ ഭക്തിയോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് തുടച്ചു നിൽക്കുക. അങ്ങനെ ഭക്തിപൂർവം കേരളത്തിന്റെ മണ്ണിൽ ഇത്രയേറെ ഭക്തിയോട് കൂടിയിട്ട് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു പ്രദേശത്ത് ഉണ്ടായ ഒരു വസ്തുതയെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഉത്തരം പറയാൻ ഉണ്ണികൃഷ്ണൻ ഈ പോറ്റിയെ പഠിപ്പിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി മൗനം പാലിച്ചിരിക്കുകയല്ലേ? ഇത്രയും വലിയൊരു വിവാദം കേരളത്തിൽ ഉണ്ടായിട്ട് ഒരു വീട്ടിൽ ഒരു കളവ് നടന്നാൽ എത്ര നല്ല രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അത് അന്വേഷിക്കും? പ്രത്യേകിച്ച് മാർക്സിസ്റ്റുകാരുടെ ഏതെങ്കിലും വീട്ടിലാണെങ്കിലോ? മന്ത്രി ഗുരുദാസന്റെ വീട്ടില് മുമ്പ് കള്ളൻ കയറിയപ്പോ എങ്ങനെയാ കള്ളനെ പിടിച്ചത്? എത്ര മണിക്കൂർ കൊണ്ടാ കള്ളനെ പിടിച്ചത്? മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയില്ലേ? അപ്പോ പോലീസ് എന്ന് പറഞ്ഞാൽ കഴിവുകെട്ടവരായതുകൊണ്ടല്ല, പോലീസിനെ ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. പോറ്റി എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, വിശിഷ്യ ആഭ്യന്തര വകുപ്പിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അല്ലെങ്കിൽ എന്തേ പട്ടൻ മിണ്ടാത്തത്? മൗനം പാലിക്കുകയല്ലേ? ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അപ്പോ കേസന്വേഷണം നടക്കണം. അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷിക്കുന്നതിൽ യാതൊരു തൃപ്തിയും ഞങ്ങൾക്കില്ല. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അടിയന്തരമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർ തുറന്നു പറയാൻ തയ്യാറാകണം. ഈ വിഷയത്തിൽ നിന്ന് മാറി നിന്നിട്ട് കാര്യമില്ല എന്നുകൂടിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളെ തമ്മിൽ അടുപ്പിക്കാതിരിക്കാനും സന്തോഷത്തോടുകൂടി ആ കുട്ടികൾ ആ സ്കൂളിൽ മുന്നോട്ട് പോകാനും പരിശ്രമിച്ച ഒരു അധ്യാപകനെതിരെ, യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു അധ്യാപകനെതിരെ ശ്രീമാൻ ശിവൻകുട്ടി നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ശിവൻകുട്ടി സാറിന് ഇത് വലിയ രീതിയിൽ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വസ്തുതകളെ കുറിച്ചും അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് മറുപടി ഇനി അവർ പറഞ്ഞതിന് ശേഷം ബാക്കി പറഞ്ഞ പോരെ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.